ശ്രീ പി കെ നവാസ്, നിങ്ങളുടെ കണക്കുകൾ കള്ളക്കണക്കുകളാണ്. നിങ്ങളുടെ കാലത്ത് വികസനം ഉണ്ടായിരുന്നില്ല. വികസന കുതിപ്പ് അതിനുശേഷമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പൊതുപരിപാടിയിൽ പറഞ്ഞതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് എല്ലാം തകിടം മറിയുന്നു എന്ന് പറയുമ്പോൾ അതിനും കൃത്യമായ കണക്കുകളില്ല. സ്മൃതി, ഒന്ന് ശ്രീ VPP മുസ്തഫ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി ഉദ്ധരിക്കുന്നത് ഈ 11 അധ്യായങ്ങളായി 328 പേജുള്ള ഈ ഗവൺമെൻറ് തന്നെ പുറത്തിറക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതൊരു റിപ്പോർട്ടിലും നമ്മൾ കണക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ എവിടെയാണ് ഇതിൻ്റെ സോഴ്സ് എന്താണ് എന്ന് സ്വാഭാവികമായി പറയും. ഞാൻ ഈ റിപ്പോർട്ടിൻ്റെ അവസാന പേജ് വരെ മറിച്ചു നോക്കി. ഏത് സോഴ്സിൽ നിന്നുള്ള ഡാറ്റകൾ വെച്ചാണ് സംസാരിക്കുന്നതെന്ന റിപ്പോർട്ടിനകത്തില്ല. അവർ കുറേ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം താങ്കൾ ചോദിച്ചത് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ എന്താണ് ഞങ്ങളുടെ കയ്യിൽ കണക്കുള്ളതെന്നാണല്ലോ. ഏറ്റവും ചുരുങ്ങിയൊരു കാര്യം ഞാൻ പറയട്ടെ, ഏറ്റവും മിനിമം ഒരു കാര്യം. കേരളത്തിൻ്റെ 22ാമത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. സഖാവ് EMS നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള 21 മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു. ചുരുങ്ങിയ 60 വർഷം കേരളം ഭരിച്ചു. 1.75 ലക്ഷം കോടി രൂപയാണ് 60 വർഷം കേരളം ഭരിച്ച EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഗവൺമെൻറ്റുകൾ ഭരിച്ചിട്ട് അതിനുള്ള ആകെ കടമെന്ന് പറയുന്നത് 1.75 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ 2024 RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പരിശോധിച്ചാൽ 10 വർഷം പിണറായി വിജയൻ കേരളം ഭരിച്ചപ്പോഴുള്ള കടം 2.55 ലക്ഷം കോടി രൂപയാണ്. ഈ വ്യത്യാസത്തെ നിങ്ങളൊന്ന് പഠിക്ക്. 60 വർഷം EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള 21 മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചപ്പോഴുള്ള കടം 1.75 ലക്ഷം കോടി രൂപയാണ്. RBIയുടെ റിപ്പോർട്ട് പ്രകാരം തന്നെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം തന്നെ ഈ പറയുന്ന പിണറായി വിജയൻ്റെ 2 വർഷത്തെ ഈ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ 2024 കണക്കുകൾ പ്രകാരം 2.55 ലക്ഷം കോടി രൂപ അവിടെ തന്നെ കടമുണ്ടാവുകയാണ്. എന്ന് വെച്ചാൽ 60 വർഷം കൊണ്ട് കേരളം നേടിയതിനേക്കാൾ ഇരട്ടിയോളം ഈ സർക്കാരിൻ്റെ കാലത്ത് കേരളം നേടണം, കടത്തിൻ്റെ കണക്ക് മാത്രം വെച്ചാൽ. എന്നാൽ നിങ്ങൾ പരിശോധിക്കുക, ഒരു വലിയ പദ്ധതി, കൃത്യമായൊരു പദ്ധതി കേരളത്തിൽ നടപ്പിലായിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ നിന്ന് 2016 പടിയിറങ്ങി പോകുമ്പോൾ വിഴിഞ്ഞം പൂർത്തീകരിച്ചവരാകട്ടെ തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടി, മെട്രോ ഉമ്മൻചാണ്ടിയുടെ പ്രോജക്റ്റ്, കണ്ണൂർ എയർപോർട്ട് ഉമ്മൻചാണ്ടിയുടെ പ്രോജക്റ്റ്, എല്ലാ നിയോജക മണ്ഡലവും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു, മെഡിക്കൽ കോളേജുകൾ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു, +2 സ്ഥിരമായ ബാച്ചുകൾ ഉമ്മൻചാണ്ടി കൊടുത്തു. എന്തിനേറെ 140 MLA-മാരുടെ ആസ്തി വികസന ഫണ്ട് 5 കോടിയായി കൂട്ടി. 1 രൂപ ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. 10ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കാണല്ലോ, 1 കോടി രൂപ വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ കണക്കുകൾ വെച്ച് തന്നെ ഇത്ര വലിയ കടമുണ്ടാകുമ്പോഴും ഒരു ബിഗ് പ്രോജക്റ്റ് പറയാൻ ഇവർക്കില്ല. നോക്കൂ, നിങ്ങൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലെ 1ാം അധ്യായത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് തൊഴിലിനെ കുറിച്ചാണ്, എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ്. 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ഇവർ പറഞ്ഞ പ്രോഗ്രസ് റിപ്പോർട്ട് ഇവർ തന്നെ എഴുതി, ഇവർ തന്നെ ഊതി വീർപ്പിച്ച ഒന്നാണല്ലോ. നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിനെ കണക്കെടുക്കാം. UDF ഭരിച്ച് ഭരണത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ 7.4% കേരളത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. അത് വെറുതെ ഞങ്ങൾ പറഞ്ഞു പോവല്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്ക് സൈറ്റ് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. LDF ഗവൺമെൻറ് ഇന്ന് ഭരിക്കുമ്പോൾ 2024 കണക്ക് അവർ പുറത്തു വെച്ചാൽ എത്രയാണ്? 10.2 യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഏറ്റവും കൂടുതൽ 32% ഈ കേരളത്തിലാണ്. എന്തിനേറെ ഇതേ ഇവരുടെ പ്രോഗ്രസ് കാർഡിനകത്ത് 254ാമത്തെ വിഷയമായി പറയുന്നത് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിച്ചുവെന്നാണ്. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കിൽ പറയുന്നു സ്ത്രീകളുടെ അൺഎംപ്ലോയ്മെൻറ്റ് 8.1 ആയിരുന്നു 2016 2024 എത്തുമ്പോൾ 14.7 ആയിരിക്കുന്നു, ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്ന്. ഇവർ ഊതി വീർപ്പിച്ച് കണക്ക് വിശ്വസിക്കണോ അതോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലെ കണക്കുകൾ തെറ്റാണ് എന്നാണ് ഇവരുടെ വാദം. ഇനി അത് പോട്ടെ, GSDPയുടെ കണക്ക് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിൽ നിന്നിറങ്ങുമ്പോൾ 7.5 കേരളത്തിൻ്റെ GSDP എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് LDF ഭരിക്കുമ്പോൾ 6.1, 1.4% കുറഞ്ഞു. ഈ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇത് കളവാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇവരെ എഴുതി വെച്ചതുപോലെ ആധികാരികതയില്ലാത്ത, സോഴ്സ് ഇല്ലാത്ത കണക്കുകളല്ലോ ഞങ്ങൾ പറയുന്നത്. നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് UDF 2016 7.1 ആയിരുന്നു. അന്ന് കേരളത്തിൻ്റെത് 7.5. നാഷണൽ ആവറേജ് ഇന്ന് 7 2025 7 നാഷണൽ ആവറേജ്. പക്ഷേ കേരളത്തിൻ്റെ GSDP റേറ്റ് എന്ന് പറയുന്നത് 6.1. കേരളം മുന്നോട്ടാണോ പിറകോട്ടാണോ നമ്മൾ പരിശോധിക്കണ്ടേ. ഇതിൽ 883ാമത്തെ ഐറ്റം പറയുന്നുണ്ട്, മദ്യനയമാണ്. അതൊരു വാചകം അവർ ഉപയോഗിക്കുന്നുണ്ട്. ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ട് മദ്യം കുറച്ചു കൊണ്ടുവരും, ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കും. നോക്കൂ, 29 5 സ്റ്റാർ ബാറുകളാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് താഴെ ഇറങ്ങുമ്പോൾ കേരളത്തിൽ ഉണ്ടായത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ്റെ ചോദ്യത്തിന് ഗവൺമെൻറ് പറഞ്ഞ മറുപടി, കഴിഞ്ഞ നിയമസഭാ സമ്മേളന സമയത്ത് 846 ബാറുകൾ കേരളത്തിലുണ്ട് എന്നാണ്. ഇവരുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് പടിപടിയായി ഞങ്ങൾ കുറച്ച് കൊണ്ടുവരും. ഇവരുടെ 883ാമത്തെ കാര്യമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട IT പാർക്കുകളിൽ മദ്യത്തിൻ്റെ ഔട്ട്ലെറ്റുകൾ തുറന്നു എന്ന വാർത്ത നിങ്ങൾ പുറത്തുവിട്ടു. നോക്കൂ, പോലീസിംഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടല്ലോ. ഇതാരാണ്? ഈ റിപ്പോർട്ടാണോ നമ്മൾ നോക്കേണ്ടത് അതോ
സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയും നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെയും കണക്കുകളാണോ നമ്മൾ പരിശോധിക്കേണ്ടത്? അങ്ങനെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിച്ചാൽ 39% ക്രൈം റേറ്റ് കൂടിയ സ്റ്റേറ്റിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. പെർ ക്യാപിറ്റ റേഷ്യോ പ്രകാരം 1ാം സ്ഥാനത്ത് UP ആണെങ്കിൽ 2ാം സ്ഥാനത്ത് കേരളമാണ്. ആ കാലത്താണ് ഇവർ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ഞങ്ങളെല്ലാം വൃത്തിയായി കേരളത്തിൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. വേണ്ട, പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കെടുക്ക്. കേരളത്തിന്റെ ഈ 68 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതക കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഈ ഭരണത്തിന്റെ കാലത്ത്, ഏറ്റവും കൂടുതൽ ബലാത്സംഗ കേസുകൾ രജിസ്റ്റർ ചെയ്തത് പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത്, ഏറ്റവും കൂടുതൽ മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്തത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത്, സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ഏറ്റവും കൂടുതൽ അതിക്രമം നടന്ന കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഈ ഭരണത്തിന്റെ കാലത്ത്. കേരളത്തിന്റെ ചരിത്രത്തിൽ 68 വർഷത്തെ ചരിത്രത്തിൽ ഇതേ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇങ്ങനെയാണുള്ളത്. പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ട്രഷറി പൂട്ടേണ്ട അവസ്ഥ എന്തായാലും LDF സർക്കാരിന്റെ ഭരണത്തിലുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സാങ്കേതികമായി പൂട്ടിയില്ലെന്ന് പറയും. ഇപ്പോൾ ഇവർ പറയും ട്രഷറി പൂട്ടിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ലോഡ് ഷെഡിങ് പവർ കട്ട് ഉണ്ടാക്കിയില്ല എന്നൊക്കെ സാങ്കേതികമായി പറയാറുണ്ട്. നിങ്ങൾ പവർ കട്ട് ഉണ്ടായില്ല, ട്രഷറി പൂട്ടിയില്ല എന്ന് തന്നെ വസ്തുതാപരമായി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ട്രഷറി പൂട്ടിയില്ല എന്ന് സാങ്കേതികമായി പറഞ്ഞാലും ട്രഷറിയിൽ നിന്ന് എന്താ നടക്കുന്നത്? അതൊരു ചോദ്യമല്ല. നിങ്ങൾ പരിശോധിക്ക്. ഏറ്റവും ചുരുങ്ങിയത് അതിന് കൊടുക്കാനുള്ള കരാറുകാരൻ്റെ ബില്ലുകളൊന്നും പാസ്സാക്കാതെ മൊത്തം ഹോൾഡ് ചെയ്ത് വെക്കുന്ന സ്ഥിതി ഉണ്ടായില്ലേ? പൂട്ടിയതിന് സമാനമായ അവസ്ഥ ഉണ്ടായി. ഇലക്ട്രിസിറ്റി ഞങ്ങൾ ലോഡ് ഷെഡിങ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പരിശോധിച്ചു കഴിഞ്ഞ ദിവസം കേരളത്തിൽ കേരളത്തിലെ തൊട്ടടുത്ത 2 സംസ്ഥാനങ്ങൾ, നിങ്ങൾ കർണാടകയും തമിഴ്നാടും എടുക്ക്, ഇവരുടെ ഈ വകുപ്പിനകത്ത് തന്നെ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ഒരു സെഷൻ ഒരു ഐറ്റമായി തന്നെ അവർ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കറണ്ട് ചാർജ് ഈടാക്കിയത് എന്ന് വെച്ചാൽ 66% വർധനവ് കേരളത്തിൽ, എന്നാൽ 33% തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ വർധനവുള്ളത്, 27% തൊട്ടപ്പുറത്ത് കർണാടകയിലുള്ളത്. ലോഡ് ഷെഡിങ് അവർക്ക് നടത്തേണ്ടി വരില്ല, കാരണം ഏറ്റവും വലിയ കൊള്ളയടിക്കുന്ന കറണ്ട് ബില്ല് വാങ്ങുന്നത് ഈ കേരളത്തിനകത്താണ്. അപ്പോൾ ഈ ട്രഷറി പൂട്ടിയില്ല, ഞങ്ങൾ ലോഡ് ഷെഡിങ് നടത്തിയില്ല എന്ന ന്യായമൊന്നും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. വസ്തുതാപരമായി ഇഴകീറി പരിശോധിച്ചാൽ അവിടെയെല്ലാം ഈ സർക്കാരിൻ്റെ പരാജയം വ്യക്തമാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ ഓരോന്ന് പരിശോധിക്കും. ഇപ്പം ഇതിൽ സംവരണ നയത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ഞാൻ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. കേരള ഹൈക്കോടതി 2023 അവരൊരു പരാതി കൊടുത്തു. പട്ടിക വകുപ്പ് പറഞ്ഞു ഇവർക്ക് അവകാശപ്പെട്ടതാണ് ഈ സംവരണ റൊട്ടേഷൻ, അവരെ നിയമിക്കണമെന്ന് പറഞ്ഞു. കേരള ഗവൺമെന്റ് ഇതുവരെ നിയമനം നടത്തിയില്ല, 2 കൊല്ലമായി. പകരം ആ നിയമനം ചോദ്യം ചെയ്ത പിന്നോക്ക വിഭാഗത്തിന്റെ നേതാവായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ മാധവൻ സാറിനെതിരെ നടപടിയെടുക്കാൻ അവർ ശുപാർശ ചെയ്യുന്നു. എന്നിട്ട് ഇവർ എഴുതി വെക്കാൻ 880ാമത്തെ ഐറ്റമായിട്ട് പട്ടികജാതി പട്ടികവർഗങ്ങളുടെ സ്വകാര്യ മേഖലയിൽ കൂടി ഞങ്ങൾ സംവരണം കൊടുക്കും എന്ന് എഴുതി വെക്കാൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഗവൺമെന്റിന് കീഴിലുള്ള സർവകലാശാലക്കകത്ത് സംവരണം കൊടുക്കാത്തതിന്റെ പേരിൽ ഈ പട്ടികജാതി വകുപ്പ് കൊടുക്കാൻ വേണ്ടി 2023 ഓർഡർ ഇട്ടിട്ടും അത് ചെയ്യാത്തതിന്റെ പേരിൽ അതിനെതിരെ ഒരു ലേഖനം എഴുതിയതിന്റെ പേരിൽ അവിടുത്തെ ഒരു അധ്യാപകനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്ന ഈ ഗവൺമെന്റാണ് 880ാമത്തെ ഐറ്റമായിട്ട് പച്ചക്കള്ളം എഴുതി വെക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് വായിച്ചാൽ, പ്രോഗ്രസ് റിപ്പോർട്ട് വായിച്ചാൽ പൂർണ്ണമായും നുണകൾ നിറഞ്ഞ കള്ളക്കണക്കുകൾ ചേർത്ത് വെച്ച നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ആളുകളുടെ കണ്ണ് കെട്ടിക്കുന്ന ഒരു വിദ്യയായി ഈ റിപ്പോർട്ട് മാറിയിട്ടുണ്ട് എന്നത് ഓരോന്ന് പരിശോധിച്ചാൽ നോക്ക്. നിങ്ങൾ 744ാമത്തെ ഐറ്റം ഞാനൊന്ന് പറയട്ടെ. മലബാറിലെ പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥക്ക് പ്രത്യേക പാക്കേജുകൾ കൊണ്ടുവരും, വിദ്യാഭ്യാസ പ്രശ്നം പരിഹരിക്കാൻ സ്ഥാപനങ്ങളും കോഴ്സുകളും കൊണ്ടുവരും. അവർ എഴുതി വെക്കപ്പെട്ടതാ. ഞാൻ ചോദിക്കട്ടെ ശ്രീ VPP മുസ്തഫ, അങ്ങും മലബാറുകാരനാണല്ലോ, ഞാനും മലബാറുകാരനാണ്. ഈ ഇവിടെ കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു കോളേജിന്റെ പേര് പറയും. ഒരു കോളേജിന്റെ പേര്, ഈ 5 ജില്ലകളിൽ ഒരു പുതിയൊരു കോളേജിന്റെ പേര്. കഴിഞ്ഞ വർഷം +1 സമരം ചെയ്ത് ജയിലിൽ പോയ ആളുകളാണ് ഞങ്ങളൊക്കെ. ഒരു സ്ഥിരം ബാച്ച് അനുവദിക്കാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടില്ല. പകരം അതേ പോയിന്റിൽ തന്നെ അവർ പറയുന്നത് എന്തോ, KTDCയുടെ ഹോട്ടൽ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട്, കാരണം അവിടെ മദ്യം വിളമ്പാൻ വേണ്ടി കഴിയും, അതുവഴി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. വിദ്യാഭ്യാസ മേഖലയിൽ മലബാറിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണെന്ന് 744ാമത്തെ അധ്യായത്തിൽ പോയിന്റിൽ പറഞ്ഞു വെക്കുകയും എന്നിട്ട് ഒരു കോളേജോ ഒരു പുതിയ കോഴ്സോ ഒരു പുതിയ യൂണിവേഴ്സിറ്റിയോ മലബാറിൽ ഇതുവരെ തുടങ്ങാത്ത ആളുകൾ പച്ചക്കള്ളവും ഇല്ലാത്ത കണക്കുകളും പെരുപ്പിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുള്ളത്. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു ബൂമറാങ് പോലെ തിരിച്ചടിക്കും. ഓരോ അധ്യായവും വായിച്ചാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നുണകൂടി പറയുക ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റിനെതിരെ വലിയ ജനരോഷം ഉണ്ടാകാൻ ഈ റിപ്പോർട്ട് പരിശോധിക്കപ്പെട്ടാൽ കാരണമാകുമെന്ന ആത്മവിശ്വാസമാണ് ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.